നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാനൊരു വീഡിയോ ചെയ്തത്. ട്രംപ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതായത് ലോസ് ഏഞ്ചലസ് ഫയർ ആ പ്ലേസ് ഇവന്റ് എല്ലാം കണ്ട ശേഷം തിരിച്ചു വരാൻ നേരത്തെ എയർഫോഴ്സ് വണ്ണിൽ വെച്ചാണ് പറയുന്നത്, ഈ ഈജിപ്തിലും ജോർദാനിലോട്ടും ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള പാലസ്തീൻകാരെ മാറ്റും. അതിൻ്റെ ചർച്ച പുരോഗമിക്കുന്നു. അതേതാണ്ട് സക്സീഡായെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അടുത്ത ദിവസം ജോർദാന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ഈജിപ്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും രണ്ടുപേരും അത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മീഡിയയോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയും ഇന്നുമായിട്ടും നിങ്ങൾ കണ്ടു കാണും, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ് സ്റ്റീഫൻ സി വിറ്റ്കോക്ക് അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് ചർച്ച നടത്തുകയാണ്. എന്താണ് ഈ അവിടുത്തെ ലോക്കൽ പത്രങ്ങൾ, അതായത് ഈജിപ്തിലെ ലോക്കൽ പത്രവും മറ്റുള്ള ജോർദാനിലെ അല്ല മറ്റുള്ള ലോക്കൽ പത്രങ്ങളും ഇസ്രായേലി ലോക്കൽ പത്രങ്ങളും ഈ സിറിയൻ ലോക്കൽ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ഇറാനിയൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് പറയുന്നത്? ബേസിക്കലി ഒരു പറയുന്നൊരു സംഭവമുണ്ട്. ഈ രണ്ട് രാജ്യത്തും ഏകദേശം 45 മുതൽ 50 സ്ക്വയർ കിലോമീറ്റർ ദൂരം സ്ഥലം, ജോർദാനിലും ഈജിപ്തിലും അവിടെ പണി ആരംഭിച്ചു ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഇതാണ് റിയാലിറ്റി. ഇത് പുറത്ത് പറഞ്ഞ് വേറൊന്ന്, പക്ഷെ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഡീൽ ഉറപ്പായി. കാരണം ട്രംപ് ഇലക്റ്റഡ് ആയി, പിന്നീട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ ഇത് ഡീൽ ഉറപ്പിച്ചു ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട്. അപ്പം എന്തൊക്കെയായിട്ട് ഡീലിൽ പറയുന്നത്? ഒരു കാര്യം പറയുന്നത്, അപ്പം നിങ്ങൾക്കറിയാം ഈ ജോർദാനിൽ അമേരിക്കൻ ബേസ് ഉണ്ട്. അപ്പം ട്രംപിൻ്റെ ആവശ്യമാണ് എവിടൊക്കെ അമേരിക്കൻ ബേസ് ഉണ്ട് അവരെല്ലാം അമേരിക്കയ്ക്ക് പണം കൊടുക്കണം കൂടുതലായിട്ട്. അതിനകത്ത് ജോർദാൻ ഇളവ് കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ ഡീലിൽ. കാരണം ജോർദാൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ് ആണ് അവിടെ. കാരണം അവിടെ കിങ് ആണ് ഭരിക്കുന്നത്. അവരിളവ് കൊടുത്തു. കാരണം ജോർദാനോട് പറഞ്ഞു, നിങ്ങൾ അമേരിക്കയ്ക്ക് ആ ബേസിൻ്റെ പണം പേ ചെയ്യേണ്ട, അതിൻ്റെ പണം ഇസ്രായേൽ പേ ചെയ്തോളൂ, അല്ലെങ്കിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി, ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി പേ ചെയ്തോളും, ജോർദാൻ പേ ചെയ്യേണ്ട. മറ്റൊരു ഡിമാൻഡ് ഈജിപ്റ്റ് വെച്ചത്, അമേരിക്കൻ ബേസ് ഈജിപ്തിലുണ്ടാകണം. കാരണം അവിടെ അതേപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലും ഈജിപ്തിൽ നടക്കുന്ന ഇസ്ലാമിക റാഡിക്കൽ സംഭവം, മുസ്ലിം ബ്രദർഹുഡ്, ഈ സംഭവത്തെ പൂർണ്ണമായിട്ടും അവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സെക്യൂരിറ്റി ഫോഴ്സുമായിട്ടും പോലീസുമായിട്ടും അവരുടെ സ്പൈ ഏജൻസിയെ സഹായിക്കണം, അതിന് ട്രെയിനിങ് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ ലാസ്റ്റ് മൂമെന്റിൽ പറയുമ്പോൾ ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് സെറ്റിലായ ഇഷ്യൂവാണ്. പിന്നെന്താ പറയുന്നത്? അമേരിക്ക ഈജിപ്തിന് സാമ്പത്തിക സഹായം കൊടുക്കണം. കാരണം ഷെങ്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളാണ് ആ സമയത്ത് കൊടുത്തത്. അമേരിക്ക തന്നെ സാമ്പത്തിക സഹായം കൊടുക്കണം. അതേപോലെ തന്നെ വേൾഡ് ബാങ്കിനോടും IMFനോടും പറഞ്ഞ് പ്രത്യേക ക്രെഡിറ്റ് ഈജിപ്തിന് ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് സിസി, അപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക റഷ്യയുടെ വെപ്പൺസും സംഭവങ്ങളും അവർ മേടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാൾ, അതവർ മാറ്റി അമേരിക്കൻ വെപ്പൺസും സാധനങ്ങളും അവർക്ക് സപ്ലൈ ചെയ്യണം. കാരണം റഷ്യൻ വെപ്പൺസ് ഇല്ലാതായി. നിങ്ങൾ ഈ പറയുമ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ എവിടുന്നൊക്കെയായിരുന്നു മാറിപ്പോയത്. ഈ രാജ്യങ്ങളെല്ലാം കൺസേൺഡാണ്. പിന്നെ സൂയസ് കനാൽ വിഷയത്തിനകത്ത് ഈ ഇസ്രായേൽ പറയുന്ന ഡിമാൻഡ്, കാരണം അവർ സൂപ്പർവൈസ് ചെയ്യാൻ ഈജിപ്റ്റ് തയ്യാറായി ഇൻ പ്രിൻസിപ്പൽ. അപ്പോൾ അതിനകത്ത് ഈജിപ്തിന് 60%, ഇസ്രായേലിന് 40% എന്ന ഡിമാൻഡ് ട്രംപ് ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. ഇതൊക്കെയാണ് ഡിമാൻഡുകൾ വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പണി ആരംഭിച്ചു. ഇനി അടുത്ത സംഭവം, ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് ഏകദേശം 1.5-2 ബില്യൺ വരും ഇതിൻ്റെ ടോട്ടൽ തുകയെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 50% ലോകത്തുള്ള ജൂയിഷ് കമ്മ്യൂണിറ്റി, അതായത് ജൂയിഷ് ആയിട്ടുള്ള സാമ്പത്തികമുള്ള ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഭാഗം 50%. അതിൻ്റെ 25% ഇസ്രായേലി ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യും. ഈ പണം അവിടെ മുടക്കി ഇവർക്ക് സെറ്റിൽ ചെയ്യാൻ സ്കൂളും അതും ഇതൊക്കെ ആവശ്യം. അതേപോലെ ബാക്കി പണം അമേരിക്കൻ ഗവൺമെൻറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഈ ജോയിൻ്റ് ആയിട്ട് എല്ലാം പണിത് കൊടുക്കും.
കെട്ടിടങ്ങളാണെങ്കിലും സ്കൂളാണെങ്കിലും ആശുപത്രി ആണെങ്കിലും മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇവർക്ക് കൃഷി ചെയ്യാനുള്ള പ്രത്യേക സ്ഥലം ഏകദേശം 50-60 സ്ക്വയർ ഫീറ്റ് കിലോമീറ്റർ സ്ക്വയർ ഫീറ്റ് അത് ഇസ്രായേലിൻ്റെ ബോർഡറുമായിട്ട് ചേർന്നാകരുത്. കാരണം ഇങ്ങോട്ട് കയറരുത്. ഇത് ജോർദാൻ്റെ അപ്പുറത്തെ മറ്റുള്ള രാജ്യങ്ങൾ അപ്പുറത്തെ എക്സ്ട്രീമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഈജിപ്തിൻ്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീമായിട്ടുള്ള ഡയറക്ഷനിലായിരിക്കണം ഇവർ താമസിക്കുന്നത്, ഇവരെ കുടിയേറ്റുന്നത്. പിന്നെ മറ്റു സംഭവം ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇന്തോനേഷ്യയിൽ ആ ദ്വീപ് വാങ്ങിക്കുന്നത് ഉറപ്പിച്ചു. അപ്പം അമേരിക്ക ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ഇവർ പോയില്ല എങ്കിൽ അമേരിക്കയിൽ കഴിയുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ തൽക്കാലത്തേക്ക് താമസിപ്പിക്കാൻ അമേരിക്ക താമസിപ്പിക്കത്തില്ല. അവരെ താമസിപ്പിക്കാൻ വേണ്ടി ഈജിപ്തിൻ്റെ നിന്ന് ആ സ്ഥലം പാട്ടത്തിനെടുക്കുകയാണ്. മേടിക്കുകയല്ല, പാട്ടത്തിന്. ഇപ്പം നിങ്ങൾക്കറിയാം ഡിയോഗ ഗ്രാഷ്യോ ദ്വീപ് അത് അമേരിക്ക മൗറീഷ്യസിൽ നിന്നും ഇംഗ്ലണ്ടിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ബേസിക്കലി അത് മൗറീഷ്യസിൻ്റെയാണ് ആ ദ്വീപ്. അത് അവരുടെ നിന്ന് തിരിച്ച് വാങ്ങി ആ ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കും. അത് പാട്ടത്തിനെടുക്കുകയാണ് ഇത്ര വർഷത്തേക്ക്. അപ്പം അതൊക്കെ ഓൾമോസ്റ്റ് സെറ്റിലായി. ഇതൊക്കെ ട്രംപ് അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ ഡീലുകളാണ്. അല്ലെങ്കിൽ അവിടെ പണി ആരംഭിക്കത്തില്ല. കാരണം അവിടെ കൺസ്ട്രക്ഷൻ വർക്കും സംഭവങ്ങളെല്ലാം വളരെ സ്പീഡായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഗാസയുടെ നോർത്തേൺ പ്രവിശ്യയിലോട്ട് ഈ ഗാസക്കാർ കയറിയ സമയത്ത് ആദ്യം ഇസ്രായേൽ പറഞ്ഞ് നടക്കത്തില്ല. പിന്നീട് തന്നെ അമേരിക്ക ഇടപെട്ട് പറഞ്ഞ് കാരണം അവിടെ ഒരു കാരണവശാലും അത് റീബിൽഡ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കേണ്ട. അവർക്കത് റീബിൽഡ് ചെയ്യണമെങ്കിൽ പണം വേണം. പണം ആര് കൊടുക്കും? കാരണം അമേരിക്കയുടെ സമ്മതം ഇല്ലാതെ ഈ പറയുന്ന ഖത്തറാണെങ്കിൽ ഒരു രാജ്യം പോലും കൊടുക്കത്തില്ല. അപ്പം അതുകൊണ്ട് അത് കാരണം അവിടെ പ്രശ്നങ്ങളുണ്ട്. കാരണം അത് റീബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ വലിയ ഹ്യൂജ് എമൗണ്ട് ചിലവാകും. ഏകദേശം അത് 3-4 ബില്യന് മുകളിലോട്ട് പോകും. പിന്നെ വെസ്റ്റ് ബാങ്ക് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇവരുടെ ഇസ്രായേലിന് കൂടെ ചേർത്ത് അനക്സേഷൻ അതിൻ്റെ ബജറ്റ് വരെ ഇസ്രായേലി ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. അപ്പോൾ ജോർദാൻ്റെ ഈജിപ്തിൻ്റെ ഡിമാൻഡുകൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്? കാരണം ജോർദാനിലും അമേരിക്കൻ ബേസ് അവർക്ക് അങ്ങോട്ട് പണം കൊടുക്കുക, അവരെ സാമ്പത്തികമായിട്ട് അമേരിക്ക സഹായിക്കണം. അതുമല്ല അവിടെ അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്യണം ടെക്നോളജി മറ്റുള്ള സൈഡിലും. അവരുടെ പട്ടാളത്തെ ആണെങ്കിലും സെക്യൂരിറ്റി ഫോഴ്സസിനെ ആണെങ്കിലും അവിടെ ജനങ്ങൾക്ക് ജോലി ഉണ്ടാക്കുന്ന രീതിയിൽ അമേരിക്കൻ കമ്പനികൾ ഇസ്രായേലി കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ജോർദാൻ്റെ. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവിടെ യാതൊരു കാരണവശാലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ഇതേപോലെയുള്ള ഇറാനിയൻ പ്രോക്സീസ് അവരെ അറ്റാക്ക് ചെയ്യാൻ ഒരു കാരണവശാലും ഇടവരുത്തരുത്. ഇതൊക്കെയാണ് അവരുടെ ഡിമാൻഡ്. അതൊക്കെ അമേരിക്കയും ഇസ്രായേലും അംഗീകരിച്ചിട്ടാണ് ഇവരെ റീഹാബിലിറ്റേഷനായിട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എടുത്ത് ഇതിൻ്റെ എത്നിക് ക്ലീൻസിങ് എന്നൊക്കെ പറയുമ്പോൾ ഇത് നോൺസെൻസ് വേണം. എത്ര വർഷം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു അടിയുമായിട്ട് പോകുന്നത്. ഇപ്പം ഇതിനൊരു പരിഹാരം വേണം. പക്ഷെ ഉറപ്പായിട്ടും ട്രംപ് അതിന് പരിഹാരം ഉണ്ടാക്കുമോ? കാരണം അത് ബേസിക്കലി ഇത് നേരത്തെ പരിഹാരം ബൈഡൻ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയെടുക്കായിരുന്നു. ഇപ്പോഴെന്താണ് ഇവർ ഈ പാലസ്തീനും ഹമാസും ഒക്കെ അടങ്ങിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയൂ, അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ആരും ഇല്ലാതായി. ഹൂത്തികൾ തീർന്നു, ഹിസ്ബുള്ള തീർന്നു, മറ്റുള്ള പ്രോക്സീസ് തീർന്നു. ഇറാൻ ആയുധം കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഇഷ്യൂ. അതുകൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ട് അങ്ങ് സമ്മതിച്ച് ഞങ്ങൾ മാറാൻ തയ്യാറാണ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഹൂത്തികൾ തീർന്നു പോയി, സിറിയയുടെ വെടി തീർന്നു, ലെബനൻ തീർന്നു പോയി. പിന്നെ ആരവർക്ക് സപ്പോർട്ട് ചെയ്യും? ഇവിടെയാണ് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും എവിടെ പോകാൻ വേണ്ടി ഈ പറയുന്ന പാലസ്തീൻ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവർ തയ്യാറായത്. കാരണം അവർക്ക് വേറെ ഓപ്ഷനില്ല, പോയേ മതിയാകൂ. അല്ലെങ്കിൽ അവിടെ ആഹാരം പോലും കൊടുക്കുന്നത് ഒരു സ്കീം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പഴയ പോലെ അവിടെ യുണൈറ്റഡ് നേഷനും WHO മറ്റുള്ള സംഭവങ്ങളും UNWR ഇതൊന്നും ഇനി അവിടെ പഴയ പോലെ ഇടപെടാൻ സമ്മതിക്കത്തില്ല. ട്രംപ് സമ്മതിക്കത്തില്ല, ഇസ്രായേൽ മറ്റുള്ള ലോക രാജ്യങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ലോകം ഒരു ഗ്ലോബലായിട്ട് ഹമാസിനെ കാണുന്നത് ഇസ്ലാമിക റാഡിക്കൽ ടെററിസം ആയിട്ടാണ്. അപ്പം അതിനെ പഴയ പോലെ പല ആൾക്കാർ സൈലൻ്റായിട്ട് നിൽക്കുക, ആ ഒരു രീതി പോവുകയില്ല. എങ്ങനെങ്കിലും ഈ ഹോസ്റ്റേജ് ഡീല് കഴിയണം. അതിനുവേണ്ടിയാണ് രണ്ടുപേരും നോക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഈ സംഭവങ്ങൾ വരാൻ പോവുകയാണ്. ഇവരെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്ന കാര്യം അവിടെയുള്ള ലോക്കൽ പത്രങ്ങളും അവിടെ അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. പല പത്രങ്ങളിൽ എവിടെയാണിത് ചെയ്യുന്നത്. കാരണം അതിൻ്റെ പണം അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻസ് ഒക്കെ കൈമാറി. അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങത്തില്ലല്ലോ.
ചില അമേരിക്കൻ കമ്പനികളാണ് കൺസൾട്ടൻസി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇസ്രായേലി കമ്പനികൾ കൺസൾട്ടൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ദുബായ് ബേസ്ഡ് കമ്പനികൾ കൺസൾട്ടൻസി ആയിട്ട് വന്നിട്ടുണ്ട് ഈ പണിയുന്ന സംഭവം ബിസിനസ്സൊക്കെ ആയിട്ട്. അതായത് പിക്ചർ വളരെ ക്ലിയർ ആണ്. പാലസ്റ്റീൻ എന്ന് പറഞ്ഞ രാജ്യം ഇനിയും ഉണ്ടാവില്ല. അതാ കാരണം ഇസ്രായേലുമായിട്ട് ചേർന്ന് പാലസ്റ്റീൻ രാജ്യം ഉണ്ടാകത്തില്ല. ഈ പറയുന്ന പാലസ്റ്റീൻകാരും ഗാസയിലുള്ളവരും വെസ്റ്റ് ബാങ്കിലുള്ള ഈ പല ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഒന്ന് ഈജിപ്റ്റ് അങ്ങേയറ്റം, അതായത് ഇസ്രായേലിൻ്റെ ബോർഡറല്ല, ഇപ്പുറത്ത് ജോർദാനിലും ഇസ്രായേലിൻ്റെ ബോർഡറല്ല അങ്ങേയറ്റം. കാരണം രണ്ടുപേരും രണ്ട് മൂലയ്ക്കായിട്ടും ഒതുക്കി. കാരണം അവിടെ ഒത്തിരി വളരെയധികം പാലസ്റ്റീൻകാർ നേരത്തെ കുടിയേറിയവരുണ്ട് ഈ രണ്ട് ഭാഗത്തും. അതിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം എടുത്തിട്ട് ഇവർക്കായിട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം കൺഫേമായി പാലസ്റ്റീൻ എന്നും ഈ ഗാസയും സംഭവം ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നില്ല.